ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അപ്പായെ കാരപ്പറമ്പ് ഹോമിയോ കോളേജിൽ അഡ്മിറ്റാക്കി കേട്ടോ. അപ്പായ്ക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ വരുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് അവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡെയിലി വരാറാണ് പതിവ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് അപ്പ കൈയൊക്കെ പിടിച്ച് നടക്കാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കാനും എണീറ്റിരിക്കാനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൈ പിടിച്ചാൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ തെറാപ്പിസ്റ്റ് പറഞ്ഞു അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാം. അവിടെ ആകുമ്പോൾ മെഷീനിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ശരിയാവും. ഇതിപ്പോൾ വീട്ടിൽ വരുമ്പം ആൾക്ക് കൈ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് മാത്രമല്ലേ ഉള്ളൂ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നവമിയുടെ അന്നാട്ടത് രാവിലെ അപ്പയെ അനിയനാണ് ഹോസ്പിറ്റലിലേക്ക് രാവിലെ കൊണ്ടുപോയത്. അനിയൻ തന്നെയാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നതും. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം രാത്രിയായിട്ടുണ്ട്, ഒരു 8 മണിയൊക്കെ ആവാറായപ്പോഴേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. കുറച്ച് ടെസ്റ്റിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടായിരുന്നു. പിന്നെ ഇൻസുലിൻ ഒക്കെ അവിടെ വെക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോ ഇല്ലേന്നൊന്നും അറിയാത്തതുകൊണ്ട് രാവിലെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. മരുന്ന് മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ, കഴിക്കാനുള്ള മരുന്ന്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങളങ്ങനെ വൈകുന്നേരം പോയതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പോൾ ഇങ്ങനെ കൈ പിടിച്ച് എഴുന്നേറ്റിരിക്കാം. പക്ഷെ എന്നാലും ഭക്ഷണമൊന്നും തന്നെ വാരി കഴിക്കാനൊന്നും പറ്റുന്നില്ല. കൈ ചെറുതായിട്ടൊക്കെ മൂവ് ചെയ്യിക്കും, പക്ഷേ അങ്ങനെ ആ വലത് കൈ വെച്ചിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. പെട്ടെന്ന് ശരിയാവുമായിരിക്കുമല്ലോ. ഇനിയിപ്പം ഒരു 10-15 ദിവസമൊക്കെ അവിടെ ഉണ്ടാവും, ഹോസ്പിറ്റലിൽ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഇതാ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി, അവിടെ അധികം ടൈം നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വരുമ്പോഴേക്കും ഞങ്ങൾ പോയ വഴിയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നോക്കിയപ്പോൾ എവിടെയും തുറന്നിട്ടില്ല. പിന്നെ ഒരു ഏട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഏട്ടൻ പറഞ്ഞു 8 മണിയാകുമ്പോഴേക്കും സന്ദർശകരൊക്കെ പോകണം, പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ശരിക്കും 8 മണി കഴിഞ്ഞിട്ടുണ്ട് അവിടേക്ക് ചെല്ലുമ്പോൾ. അപ്പോഴേക്ക് ആ ഏട്ടൻ വന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് തുറന്നൊക്കെ തന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല ഹോസ്പിറ്റൽ, നല്ല അന്തരീക്ഷമൊക്കെ കേട്ടോ, നല്ല നീറ്റാണ്, നല്ല വൃത്തിയുള്ള ഒരു വാർഡിലാണുള്ളത്. പുതിയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല വൃത്തിയുണ്ട്. അപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പായ്ക്ക് ഇവിടുന്ന് പോകുമ്പോഴേ വൃത്തി ഉണ്ടാവുമോ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് പോകാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ പോയി കഴിഞ്ഞപ്പം കുഴപ്പമില്ല, നല്ല വൃത്തിയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവിടുന്ന് പേടിയാവുക ഒറ്റയ്ക്ക് വരുമ്പോൾ. അവിടെയൊന്നും അങ്ങനെ ആരും ഇല്ല, തിരക്കൊന്നുമില്ല. ഉച്ച വരെ നല്ല തിരക്കാന്ന് തോന്നുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ആളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ വേറൊരാളെയും കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങോട്ട് പോകുമ്പോഴും കണ്ടില്ല, ഇങ്ങോട്ട് വരുമ്പോഴും കണ്ടില്ല. പുറത്തൊരു 2 പേരിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ ഡോറ് തുറന്ന് തന്നെ ആ ഏട്ടൻ, അവർ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോയത് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ വന്നപാട് കിടന്ന്. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്കും മോന് നല്ല പനി ഉണ്ടായിരുന്നു. മുമ്പും ഇതുപോലെ അപ്പായ്ക്ക് സ്ട്രോക്ക് വന്ന സമയത്ത് ഞങ്ങൾ രാത്രി അപ്പായും കൊണ്ട് പോയി തിരിച്ച് രാവിലെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും മോനും പനി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പ്രാവശ്യം അപ്പായെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. രാത്രിയാകുമ്പോൾ ഞങ്ങൾ അപ്പായെ കാണാൻ പോയി. തിരിച്ച് വരുമ്പോഴേക്കും മോന് നല്ല പനിയായിരുന്നു. അങ്ങനെ പിന്നെ മരുന്നൊക്കെ കൊടുത്ത് നനച്ചൊക്കെ തുടച്ച് കിടത്തി. ഇതിപ്പോൾ ദശമിയുടെ അന്ന് രാവിലെ കേട്ടോ പൂജ എടുത്തു. പിന്നെ ഡാൻസ് ഉണ്ടായിരുന്നു, കുട്ടികളൊക്കെ വന്ന് ക്ലാസ് ഒക്കെ എടുത്തു. ഇതിപ്പം ഒരു കുട്ടിയുടെ അനിയനാണ് കേട്ടോ. ഈ കുഞ്ഞുവാവ എന്നും എല്ലാ ക്ലാസ്സിലും വരും കേട്ടോ. ഞങ്ങളായിട്ട് നല്ല കമ്പനിയാണ്. ആൾ പ്രസാദമൊക്കെ വിതരണം ചെയ്യുകയാണ് എല്ലാവർക്കും. നല്ല അടിപൊളി ഒരു നിമിഷമായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആൾ നല്ല കമ്പനിയാണ് ഞങ്ങളെല്ലാവരും. ആദ്യമൊന്നും മിണ്ടൂലായിരുന്നു, ഇപ്പോഴും അങ്ങനെ വലിയ സംസാരമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങളായിട്ട് കൂട്ടാണ്, എടുത്താലൊക്കെ വരികയൊക്കെ ചെയ്യും. അപ്പോൾ അത്രയൊക്കെയാണ് വീഡിയോ. ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാനൊക്കെ അമ്മയ്ക്ക് കൊടുക്ക്, അമ്മയ്ക്ക് കൊടുക്ക്, അമ്മയ്ക്ക് കൊടുക്ക്, അമ്മയ്ക്ക് കൊടുക്ക്. ഓക്കെ ഇനി തറയോ കഴിക്കേ സാധനം തീരെ താല്പര്യമില്ല, എല്ലാരും കൊടുത്ത് തീർക്കുക. അത് ആ ചേച്ചി കണക്കല്ല.
ഉദ്ദേശിക്കുന്ന ആൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. കോരി കഴിഞ്ഞ ആലോചിക്കുക ആർക്ക് കൊടുക്കണമെന്ന്. എന്നാ ശർക്കര ഒരു കിട്ടിയില്ല. അമ്മയ്ക്ക് കൊടുക്ക്, ഇങ്ങോട്ട് കൊടുക്ക്, അങ്ങ് കൊടുക്ക്. കൊടുക്ക്, ഇവിടെ കൊടുക്ക്, ഇവിടെ കൊടുക്ക്. ആർക്കാ കൊടുക്കുന്നത് നോക്ക്. നോക്ക നോക്ക് എന്നിട്ട് വീണില്ലേ? വീഴാത്തോണ്ടാ, കുട്ടീന് കുഴപ്പമില്ല. ആ ചിരിക്കി അമ്മയ്ക്ക് കൊടുക്ക്. പാവ അമ്മയ്ക്ക് കൊടുക്ക്. അമ്മയ്ക്ക് കൊടുത്തില്ല. അമ്മയ്ക്ക് കൊടുക്ക്. അമ്മ എല്ലാരും വയ്ക്കില്ല, പക്ഷെ അമ്മേനെ മാത്രം വിളിക്കും. ചേച്ചീനെ വിളിച്ചിക്ക് ചേച്ചി. അപ്പൊ അത്ര കഴിക്കാൻ പറ. ചിരിക്കി. പ്രസാദൊക്കെ തരുമ്പോ ഒന്ന് ചിരിച്ചൂടെ? എനിക്കുണ്ടോ? തരുന്നുണ്ടോ? എനിക്ക് തരുണ്ടോ? തരൂല. എനിക്ക് തരൂല. അയ്യോയ്യോ നടക്കടായി പോട്ടോ. മറ്റേ ബേസില് ബേസിലിന് പനി കൈ കൊടുത്ത ബേസിലുണ്ട്. ബേസില് മേടിച്ചിട്ടോ വിനോന് കിട്ടിയില്ല. മറ്റേ ഇങ്ങനെ എന്തോ കൈ കൊടുക്കണുണ്ട്. എനിക്ക് തന്നില്ല. ആർക്കോ കൊടുക്കണം ഒരു ഉദ്ദേശമുണ്ട്. കിട്ടി. താങ്ക് യു താങ്ക് യു. കൊടുത്തു ചിരി ചിരി ഫ്രീ ആണ്. പ്രസാദം തന്നാ ചിരി ഫ്രീ. പാവ അമ്മക്ക് ഇച്ചിരി പ്രസാദം കൊടുത്തത് അത് മുഴുവൻ വിതരണം ചെയ്ത് തീർത്ത്. പാത്രത്തെ തീരാനായിരുന്നു. കിട്ടിയപ്പോ മാക്സിമം ചേച്ചി ഒരു സൈഡിൽ പോയിരിക്കുന്ന കൊറച്ച് തരുമെന്നാണ് എന്നെ നോക്കിയത്. എനിക്ക് ശർക്കരയാണത്. തീർന്നോയോ? തീർന്നോയോ? എനിക്ക് പനിയാണ്. ഓക്കെ അയ്യോ എല്ലാവർക്കും കൊടുക്കുമ്പോ ചിരിക്കല്ലോ. അനക്ക് കിട്ടുമ്പോ കാര്യ ഫേസിന്